ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സുമിത്രാസ് വേൾഡ്. അമ്മയും അമ്മയുടെ അനിയത്തിയുമായി ഞാൻ നല്ല കമ്പനിയാണ്. അവരോട് എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് അവർ തന്നിരുന്നു. അത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നേടാൻ സാധിച്ചു. ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ എനിക്ക് തന്നു. എന്നെ എല്ലാം പഠിപ്പിച്ചു. എൻ്റെ പേര് അരുൺ. എനിക്ക് 23 വയസ്സായി. അമ്മയുടെ പേര് നിഷ. വയസ്സ് 43 അമ്മയ്ക്ക്. എൻ്റെ അച്ഛൻ്റെ പേര് വിജയൻ. ഗൾഫിലാണ് ജോലി. നല്ല ശമ്പളമുള്ള ജോലി ആയതുകൊണ്ട് ഞങ്ങൾ സുഖമായി ജീവിക്കുന്നു. നല്ല 2 നില വീടാണ് ഞങ്ങളുടേത്. അമ്മയുടെ മൂത്ത ചേച്ചി ശ്രീകല എന്നാണ് പേര്. നിറം കുറവാണെങ്കിലും നല്ല ഭംഗിയാണ് അവരെ കാണാൻ. 49 വയസ്സുണ്ട്. അവരുടെ ഭർത്താവ് വെറും കുടിയനായിരുന്നു. അങ്ങനെ കുടിച്ച് കുടിച്ച് രോഗം മൂലമാണ് അയാൾ മരിച്ചത്. മരിച്ചപ്പോൾ അയാൾക്ക് ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കല ആൻറ്റി അവരുടെ വീടെല്ലാം വിറ്റ് കടങ്ങളൊക്കെ വീട്ടി. പിന്നെ ബന്ധുക്കളുടെ വീട്ടിലായി നിൽപ്പ്. അങ്ങനെ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ആൻറ്റിയെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. അങ്ങനെ ആ ദിവസം വന്നു. ആൻറ്റി ജംഗ്ഷനിൽ ബസ് ഇറങ്ങി വീട് വരെ ഓട്ടോ പിടിച്ചു വന്നു. വീട്ടിൽ കാറുണ്ടായിരുന്നു. കൂട്ടാൻ അരുണിനെ വിടാമെന്ന് അമ്മ പറഞ്ഞപ്പോൾ ആൻറ്റി പറഞ്ഞു വേണ്ട എന്ന്. കണ്ടപ്പോൾ തന്നെ അമ്മയെ കെട്ടിപ്പിടിച്ച് ആൻറ്റി കുറേ നേരം കരഞ്ഞു. ആൻറ്റി ഒരു ഇളം നീല സാരി ആയിരുന്നു ഉടുത്തിരുന്നത്. ആൻറ്റിയുടെ കയ്യിൽ നല്ല നാടൻ കുലകൾ 2 ഉണ്ടായിരുന്നു. നല്ലപോലെ പഴുത്തു മൂത്തിരിക്കുകയാണ്. എനിക്കത് കണ്ടപ്പോഴേ വായിൽ വെള്ളം വന്നു. ഞാൻ അത് തന്നെ നോക്കിക്കൊണ്ട് നിന്നു. അപ്പോൾ അത് കണ്ട ആൻറ്റി എന്നോട് പറഞ്ഞു, ഇങ്ങനെ നോക്കി നിന്ന് കൊതിക്കല്ലേടാ, സമയമാവട്ടെ, ഞാൻ തന്നെ വിരിഞ്ഞ് പൊട്ടിച്ചു തരാം നിനക്ക്. അത് കേട്ട് അമ്മയും എന്നെ നോക്കി ചിരിച്ചു. ശേഷം ഞങ്ങൾ എല്ലാവരും ചായ കുടിക്കാനായിരുന്നു. ആൻറ്റി ഓരോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു. അമ്മ വീട്ടിൽ സാരി ആയിരുന്നു എടുത്തിരുന്നത്. അങ്ങനെ ആൻറ്റിക്ക് റൂം കാണിച്ചു കൊടുത്തു. സാധനങ്ങളൊക്കെ അവിടെ വെച്ചു. ആൻറ്റിയോട് ഫ്രഷ് ആവാൻ പറഞ്ഞു. ഞാൻ അടുക്കളയിൽ പോയി. അമ്മ രാത്രിയിലേക്ക് ചിക്കൻ വാങ്ങാൻ എന്നെ ഏൽപ്പിച്ചിരുന്നു. ഞാൻ മേലെ എൻ്റെ റൂമിൽ പോയി കിടന്നുറങ്ങി. പിന്നെ പോയി വാങ്ങാമെന്ന് കരുതി. വൈകിട്ട് ടൗണിൽ പോയി സാധനങ്ങളെല്ലാം വാങ്ങി. ഒപ്പം 3 കുപ്പിയും വാങ്ങി നേരെ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ അമ്മയും ആൻറ്റിയും ഹാളിൽ TV കണ്ട് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. നീ എവിടെ പോയതാ? ഞാനൊന്ന് ടൗൺ വരെ പോയതാ. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ ചിക്കനും ആൻറ്റി വന്നതുകൊണ്ട് ഇന്ന് സ്പെഷ്യലാണ്. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കണ്ട് അമ്മയും ആൻറ്റിയും ചിരിച്ചു. അങ്ങനെ അവർ ഭക്ഷണം ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് പോയി. ഞാൻ റൂമിൽ പോയി ഒന്ന് മയങ്ങി. എണീച്ചപ്പോൾ സമയം 9 മണിയായി. അമ്മ ആൻറ്റിയും സോഫയിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. എന്നെ കണ്ട ഉടനെ കുട്ടൻ എണീച്ചോ? ആ, ഒന്ന് മയങ്ങിപ്പോയി ആൻറ്റി. അമ്മ ഭക്ഷണം എടുത്ത് വെക്കാനായി അടുക്കളയിലേക്ക് പോയി. എന്തായിടാ നിന്റെ കോളേജൊക്കെ? ഫസ്റ്റ് ഇയർ കഴിഞ്ഞു ആൻറ്റി, ഇപ്പോൾ വെക്കേഷനാണ്. അങ്ങനെ ഞങ്ങൾ ഓരോന്ന് സംസാരിച്ചിരുന്നു. അമ്മ വിളിച്ചു ഭക്ഷണം കഴിക്കാൻ. ആൻറ്റി എനിക്ക് വിളമ്പി തന്നു. അന്നേരം അമ്മ ആൻറ്റിയോട് ചോദിച്ചു, നിന്റെ പരിപാടി എന്താ കലേ? ഇങ്ങനെ ഒറ്റയ്ക്ക് തുടരാനാണോ നിന്റെ തീരുമാനം? അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല. ആദ്യം എന്തേലും ജോലി നോക്കണം. അത് നല്ലതാ. നാളെ നമുക്ക് ടൗൺ വരെ ഒന്ന് പോവാം. ആൻറ്റിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം, അമ്മ പറഞ്ഞു. ഞാൻ വെള്ളം കുടിക്കാനായി അടുക്കളയിൽ പോയി തിരിച്ചെത്താറായപ്പോൾ അവരുടെ സംസാരം ഞാൻ കേട്ടു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആൻറ്റി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എത്രയാണെന്ന്. അതുകൊണ്ട് 3 കുപ്പി വാങ്ങിയത് എന്തായാലും നന്നായി എന്ന് എനിക്ക് തോന്നി. ആൻറ്റിക്ക് അതില്ലാതെ ഉറക്കം വരില്ലത്രേ. ഞാൻ വാങ്ങിയിട്ടുണ്ടെന്ന് അമ്മ അറിഞ്ഞപ്പോൾ ആണ് ആൻറ്റിക്ക് ആശ്വാസമായത്. അങ്ങനെ വെള്ളം കൊണ്ടുവന്ന് ഞാൻ അടി തുടങ്ങി. അമ്മയും എനിക്ക് കമ്പനി തന്നു. ഞാൻ കൂടെയുള്ളത് കൊണ്ട് ആൻറ്റിക്ക് കുറച്ച് മടി ഉണ്ടായിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ആൻറ്റിയും വന്നിരുന്നു. പിന്നെ ആൻറ്റിയും അടിക്കാനായി തുടങ്ങി. കാരണം ആൻറ്റിക്ക് അതില്ലാതെ ഉറക്കമേ വരില്ലായിരുന്നു. അങ്ങനെ എല്ലാവരും കഴിഞ്ഞു. അന്നേരമാണ് ഞാൻ ആൻറ്റിയോട് ചോദിച്ച്, ആൻറ്റി കൊണ്ടുവന്ന ആ കുലകൾ? ഓ, ഞാനത് മറന്നു മോനെ. ശേഷം ആൻറ്റി എനിക്കത് വിരിഞ്ഞു തന്നു. ആ മധുരമുള്ള കുലകൾ ഞാൻ അപ്പോൾ തന്നെ ഇരുന്ന് കഴിച്ചു. പിന്നെ എപ്പോഴോ ആണ് ഞങ്ങൾ ഉറങ്ങാനായി പോയത്. അത്രയും നേരം ഞങ്ങൾ അവിടെ സംസാരിച്ചു കൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. ഞാൻ എഴുന്നേറ്റ് നേരത്തെ തന്നെ ആൻറ്റിക്ക് ഞാൻ നേരത്തെ തന്നെ എഴുന്നേറ്റു. ആൻറ്റിക്ക് പുറത്ത് പോകണമെന്ന് പറഞ്ഞിരുന്ന കാരണം ഞാൻ കുളിച്ച് റെഡിയായി തന്നെയാണ് താഴേക്ക് വന്നത്. ഞാൻ താഴെ വന്നപ്പോൾ ആൻറ്റി ഡ്രസ്സ് മാറി
നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അമ്മ ഇന്നലത്തെ അതേ ഡ്രസ്സിൽ തന്നെയായിരുന്നു ഇരിക്കുന്നത്. അത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ വരുന്നില്ലേ ടൗണിലേക്ക്? ആൻറ്റിക്ക് ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞിട്ട്. ഇല്ല മോനെ, അമ്മയ്ക്ക് തീരെ വയ്യ, വല്ലാത്ത തലവേദനയും മേലുവേദനയും ഒക്കെയുണ്ട്. ഇന്നലത്തെ അത്ര സുഖമായില്ല എന്ന് തോന്നുന്നു. എന്നാൽ ശരി, അമ്മ കിടന്നു, ഞാനും ആൻറ്റിയും കൂടെ പോയിട്ട് വരാം. അങ്ങനെ ഞാനും ആൻറ്റിയും കൂടെ ബൈക്കിൽ യാത്ര തുടർന്നു. ശേഷം ടൗണിലെത്തി അവിടെ ഉണ്ടായിരുന്ന ഒരു തുണിക്കടയിൽ കയറി. ആൻറ്റിക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. എനിക്കെന്തെങ്കിലും വേണമോ എന്ന് ചോദിച്ചു. എന്നാൽ ഞാൻ ഒന്നും വേണ്ട എന്ന് മറുപടി പറഞ്ഞു. ശേഷം ഒരു ഹോട്ടലിൽ കയറി ഞങ്ങൾ ബിരിയാണി കഴിച്ചു. ഒപ്പം അമ്മയ്ക്ക് വേണ്ട ബിരിയാണിയും ഞങ്ങൾ വാങ്ങിച്ചിരുന്നു. അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് ഇന്നൊന്നും ചെയ്യാൻ നിൽക്കണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. പിന്നെ ഒരു ഉച്ചയോടുകൂടി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തി. അമ്മ അപ്പോഴും നല്ല കിടപ്പിലായിരുന്നു. തൊട്ടു നോക്കിയപ്പോൾ നല്ലപോലെ ചൂടുണ്ടായിരുന്നു. അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മയൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ശേഷം ഞങ്ങൾ കൊണ്ടുവന്ന ബിരിയാണി ഞങ്ങൾ അമ്മയ്ക്ക് കൊടുത്തു. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ബീഫ് ബിരിയാണിയാണ്. കാരണം അതിൽ നല്ലപോലെ മാംസം ഉണ്ടാകും. ചിക്കനിലാണെങ്കിൽ എല്ലുള്ളത് കൊണ്ട് എല്ല് കടിച്ച് വലിക്കാൻ അമ്മയ്ക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചിക്കൻ ബിരിയാണി കഴിച്ച് അമ്മയ്ക്ക് ബീഫ് ബിരിയാണിയായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഭക്ഷണം കഴിച്ച് ഒന്നുറങ്ങി എഴുന്നേറ്റപ്പോൾ അമ്മയുടെ തലവേദനയും മേലുവേദനയും എല്ലാം പമ്പ കടന്നിരുന്നു. ശേഷം അമ്മയും ആൻറ്റിയും കൂടി പിന്നെയും അടുക്കളയിൽ കയറി രാത്രിക്ക് വേണ്ട ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കാനുള്ള തിരക്കിലായിരുന്നു. മുട്ടക്കറി നല്ല പോലെ നാളികേര പാൽ ഒഴിച്ചുണ്ടാക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നാളികേരം പൊതിക്കാനായി അമ്മ മുറ്റത്തേക്ക് ഇറങ്ങി. എന്നാൽ അത് നല്ല മൂത്ത നാളികേരമായതിനാൽ അമ്മയ്ക്ക് ഒട്ടും പൊതിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് ഭാരയിൽ നിന്നും തനിയെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അമ്മേ, ഞാൻ പൊതിച്ചു തരാമെന്ന്. ശേഷം ആ തേങ്ങ അമ്മ എൻ്റെ കയ്യിൽ തന്നു. ഞാൻ അത് പാരയിൽ കുത്തി പൊതിച്ചു. തേങ്ങാപ്പാൽ എടുക്കേണ്ടതായതിനാൽ 2 നാളികേരവും പൊതിച്ചോളാൻ അമ്മ പറഞ്ഞു. പിന്നെ ആ നാളികേരം പൊതിച്ച് അമ്മ ചിരകി കൊടുത്തു. എന്നാൽ ആൻറ്റിക്ക് അതിൽ നിന്നും ശക്തിയായി നാളികേരപ്പാൽ എടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ആൻറ്റിയുടെ കൈകൾക്ക് അത്രയും ശക്തി പോരായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ നാളികേരം നല്ല പോലെ അതിൽ നിന്നും പിഴിഞ്ഞെടുത്തു കൊടുത്തു. ശേഷം ആൻറ്റി മുട്ട പുഴുങ്ങി വെച്ചതെടുത്ത് ആ നാളികേരപ്പാലൊഴിച്ച് നല്ലൊരു മുട്ടക്കറിയും ചപ്പാത്തിയും ഉണ്ടാക്കി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായതുകൊണ്ട് അവർ എനിക്കത് മതിയാവോളം കഴിക്കാൻ തന്നു. അങ്ങനെ 2-3 ദിവസങ്ങൾ കഴിഞ്ഞു പോയി. അപ്പോഴാണ് ഒരു ജോലിക്കാരൻ അമ്മ അടുത്ത വീട്ടിലെ രാഘവേട്ടനോട് പറഞ്ഞിരുന്നത്. രാഘവേട്ടൻ ആ ജോലിക്കാരത്തിൻ്റെ ആവശ്യത്തിനായി ആൻറ്റിയെ കാണാനെത്തി. ജോലിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആൻറ്റിക്കും താല്പര്യമായിരുന്നു. അങ്ങനെ ഞാനും ആൻറ്റിയെയും കൂട്ടി ജോലി സ്ഥലത്തേക്ക് പോയി. അവിടെ പോയി കണ്ടപ്പോഴും അവിടുത്തെ ആളുകളോട് സംസാരിച്ചപ്പോഴും ആൻറ്റിക്ക് നല്ലപോലെ ബോധ്യപ്പെട്ടു. അങ്ങനെ അടുത്ത മാസം 1-ാം തീയതി മുതൽ ആൻറ്റിയോട് ജോയിൻ ചെയ്തോളാനായി പറഞ്ഞു. അങ്ങനെ ആ ദിവസം വന്നെത്തി. ഒപ്പം എൻ്റെ കോളേജും അന്ന് തുറക്കുകയായിരുന്നു. ഞാൻ കോളേജിലേക്ക് പോകുന്നത് കൊണ്ട് സ്ഥിരം എൻ്റെ കൂടെ ബൈക്കിലാണ് ആൻറ്റി ജോലിക്ക് പോകുന്നത്. അങ്ങനെ മാസങ്ങൾ 1-2 കഴിഞ്ഞു പോയി. ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് അവിടെ ജീവിച്ചു പോകുന്നത്. ആ സമയത്താണ് ആൻറ്റിക്കൊരു പ്രണയബന്ധം തുടങ്ങിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. കാരണം ഞങ്ങളിൽ നിന്നും കുറച്ച് എന്തൊക്കെയോ ഒളിപ്പിക്കുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി. പഴയ പോലുള്ള അടുപ്പമൊന്നും ഞങ്ങളോട് കാണിച്ചില്ല. ആൻറ്റി ഫോണിലുള്ള സംസാരവും ചാറ്റിങ്ങും എല്ലാം കൂടിയതുപോലെയും തോന്നി. അങ്ങനെ ഞാനും അമ്മയും കൂടി ആൻറ്റിയോട് സംസാരിച്ചപ്പോഴാണ് ആ കാര്യം പറഞ്ഞത്. അവരുടെ ഓഫീസിലെ GMുമായി ആൻറ്റി പ്രണയത്തിലാണെന്ന്. അയാൾ ഒരു വിവാഹം കഴിച്ച് ഡിവോഴ്സ് ആയ ആളാണ്. ആൻറ്റിയെ വല്ലാതെ ഇഷ്ടപ്പെട്ടുവെന്ന് അയാൾ പറഞ്ഞപ്പോൾ ആൻറ്റിയും പ്രണയിക്കാൻ തുടങ്ങി. അതറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമാണ് തോന്നിയത്. പിന്നെ അമ്മയും അച്ഛനും കൂടി അയാളോട് സംസാരിച്ചു. അയാൾക്ക് ജീവനാണെന്ന് മനസ്സിലായി. അങ്ങനെ ആൻറ്റിയുടെയും അയാളുടെയും വിവാഹം ഞങ്ങൾ നടത്തിക്കൊടുത്തു. അങ്ങനെ ആൻറ്റിക്കും പുതിയൊരു ജീവിതമായി. പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം അച്ഛൻ ഗൾഫിൽ നിന്നും തിരിച്ചെത്തി. ഇപ്പോൾ അമ്മയും അച്ഛനും ആൻറ്റിയും മകളും എല്ലാവരും ഒത്തിരി സന്തോഷത്തിലാണ്. അവരുടെ കൂടെ ഞാനും